നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 മെയ് 1 മുതൽ 31 വരെ, അതായത് മേടം 18 മുതൽ ഇടവം 17 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. പൊതുവെ ശുദ്ധരാണ് അശ്വതി നക്ഷത്രക്കാർ. എന്നാൽ ചില അവസരത്തിലെങ്കിലും ദുഷ്ടരുടെ ഫലവും കാണിക്കാറുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരികയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ മൃദു സ്വഭാവം കൈവരുന്നവരാണിവർ. കുശാഗ്ര ബുദ്ധിയുള്ള ഇവർ മറ്റുള്ളവർ കണ്ടുപിടിക്കില്ല എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ഫലം ലഭിക്കുന്ന മാസമാണ്. സിവിൽ സർവീസ്, മറ്റു കേരള സർക്കാർ മത്സര പരീക്ഷകൾക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ പ്രതീക്ഷാർഹമായ സമയമാണിത്. പഠനകാര്യങ്ങളിൽ മികവ് പുലർത്തുവാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനുമെല്ലാം വിദ്യാർത്ഥികൾ ബുധനാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും ബുധഭഗവാനെ പ്രസാദിപ്പിക്കുന്നതും ഉത്തമമായി കാണുന്നു. ജോലി അന്വേഷിക്കുന്നവർക്കും നിലവിൽ ജോലിയുള്ളതുമായ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവെ അനുകൂലമായ സമയമാണ്. ശമ്പള വർധനവിനുള്ള സാധ്യതയുണ്ട്. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന സമയമാണിത്. കുടുംബ പ്രശ്നങ്ങൾ സങ്കീർണമാക്കാതെ നോക്കാനുള്ള കഴിവ് നേടുന്നു. എന്നാലും നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കേണ്ടത് നന്ന്. മുൻകോപം ഉള്ളതിനാൽ തന്നെ ശത്രുക്കൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മറ്റു ശത്രു ദോഷ നിവാരണ മാർഗങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ്. 23, 24, 28, 29, 30, 33, 37, 40 എന്നീ വയസ്സുകൾ പൂർത്തിയാക്കുന്ന വ്യക്തികൾക്ക് വിവാഹത്തിന് വളരെയധികം അനുകൂലമായ സമയമാണ്. ഇനി ഏറെക്കാലമായി വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്കും പല കാരണങ്ങൾ കൊണ്ട് വിവാഹം മുടങ്ങിപ്പോകുന്നവർക്കും അനുകൂലമായ സമയം തന്നെയാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസ പകുതിയോടുകൂടി അഭിവൃദ്ധി പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശത്ത് സർക്കാർ ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്കും ഉയർച്ചകൾ തന്നെയാണ് കാണുന്നത്. മൂലം, മകം, രോഹിണി, പൂയം, അത്തം, ചതയം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗഹൃദത്തിലും നിങ്ങളുടെ പങ്കാളിത്ത ബിസിനസ്സിലും ശുഭകാര്യങ്ങളുടെ ചർച്ചകളിലും തീരുമാനങ്ങളിലും ഈ നക്ഷത്രക്കാരെ ചേർക്കാവുന്നതാണ്. കൂട്ടുകച്ചവടത്തിൽ വിജയസാധ്യതയാണ് പൊതുഫലം. എങ്കിലും ബിസിനസ് കർമ്മരംഗങ്ങളിലും മറ്റും പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സിനിമ, കല, രാഷ്ട്രീയം തുടങ്ങിയ രംഗങ്ങളിലുള്ളവർക്ക് അത്യുന്നതാഭിവൃദ്ധികളും സമൃദ്ധിയുമാണ് ഈ മാസം കാണുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മാസം മോഷണം, പിടിച്ചുപറി എന്നിവ നേരിടേണ്ടി വന്നേക്കാം. സ്വർണം, വസ്തുക്കളുമായി ബന്ധപ്പെട്ട രേഖകൾ, സർട്ടിഫിക്കറ്റുകൾ, പാസ്പോർട്ട്, മറ്റ് വിലപ്പെട്ട രേഖകൾ എന്നിവ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടത് അനിവാര്യമാണ്. സ്വർണം പണയം വയ്ക്കുന്നവർ ഏറെ ശ്രദ്ധിക്കണം. പണയം വെച്ച സ്വർണം നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളെ ഒരിക്കലും തള്ളിപ്പറയാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. പൊട്ടിയ വസ്തുക്കൾ, മറ്റു പാഴ്വസ്തുക്കൾ, ദിവസം കഴിഞ്ഞ കല്യാണക്കുറികൾ, മരണപത്രികകൾ, പഴക്കം ചെന്ന പത്രങ്ങൾ, വാടിയ പുഷ്പങ്ങൾ, ഉണങ്ങിയ ഇലകൾ, പൂക്കൾ തുടങ്ങിയവ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുവാനും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സാധാരണയായി പ്രശ്നങ്ങളെ ഭയക്കുന്നവരല്ല അശ്വതി നക്ഷത്ര ജാതർ. എങ്കിലും ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ധൈര്യത്തോടെ നേരിടുന്നതായി കാണാവുന്നതാണ്. തങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാൻ ശ്രമിക്കുകയും അത് കണ്ടറിഞ്ഞ് പെരുമാറുവാനും നോക്കുന്നവരാണ്. സ്നേഹബന്ധങ്ങളിൽ വളരെയധികം കരുതൽ കാണിക്കുന്നവരാണ്. 1, 7, 9 എന്നിവയാണ് അശ്വതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യകൾ. ഭാഗ്യനിറം
വെള്ളയും ചുവപ്പുമാണ്. തിങ്കൾ, വ്യാഴം എന്നീ ദിവസങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായാണ് കാണുന്നത്. ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള തീയതികൾ: വെള്ള, ചുവപ്പ് നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നതും തിങ്കൾ, വ്യാഴം എന്നീ ദിവസങ്ങൾ ശുഭകാര്യങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്നതും ഏറെ ഗുണപ്രദമായി കാണുന്നു. വിദേശയാത്രകൾ, ഔഷധ സേവ തുടങ്ങൽ എന്നിവയ്ക്കായി മാസപ്പിറന്നാൾ ദിവസം അനുകൂലമാണ്. നിങ്ങളുടെ പൂർവ്വ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കാളിയാകുവാനായി കഴിയുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിലും അനുകൂലമായ സമയമാണ്. നിങ്ങൾ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കുന്നത് നന്ന്. ഇനി ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും പ്രതീക്ഷിച്ച അംഗീകാരം ലഭിച്ചെന്നു വരില്ല. സ്ഥാനക്കയറ്റം ഉണ്ടാകുമെങ്കിലും ഏറ്റെടുത്ത ജോലിയിൽ കാര്യവിജയം ഉണ്ടാകുവാൻ കാലതാമസം എടുക്കുന്നതായിട്ടാണ് തെളിയുന്നത്. വിദേശത്ത് സ്ഥിരതാമസത്തിനോ വീട്, വസ്തു എന്നിവ വാങ്ങുവാൻ ശ്രമിക്കുന്നതിനോ അനുകൂലമായ സമയമാണ്. വ്യവസായ നവീകരണം, വീട് നവീകരണം എന്നിവയ്ക്ക് പണം മുടക്കാവുന്നതാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി കാണുന്നു. ഇഷ്ടജനങ്ങളുടെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശത്ത് താമസിക്കുന്നവരായാലും ജോലി ചെയ്യുന്നവരായാലും 1-2 തവണ കൂടുതൽ നാട്ടിൽ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാകട്ടെ നൂതനമായ കൃഷി സമ്പ്രദായങ്ങൾ ആവിഷ്കരിക്കാവുന്നതാണ്, നടപ്പിലാക്കാവുന്നതാണ്. പരിപൂർണമായ വിജയമാണ് ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഇതിലൂടെയുള്ള ധനനേട്ടവും പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. സുഖദുഃഖങ്ങൾ ഒരുപോലെ കൊണ്ടുപോകുവാൻ കഴിയുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മികച്ച രീതിയിൽ നേരിടാൻ ഇവർക്ക് സാധിക്കുന്നു. ദീർഘദൂര യാത്രകളിലൂടെ യുള്ള അനുകൂലമായ വിജയസാധ്യതയും ഇവർക്ക് ഈ മാസം കാണുന്നുണ്ട്. താൽക്കാലികമായ ദോഷനിവാരണങ്ങൾക്കായി നീലപുഷ്പങ്ങൾ കൊണ്ട് ശാസ്താവിന് മാല ചാർത്താം. എള്ളുപായസം, നീരാഞ്ജനം എന്നിവ നടത്താവുന്നതാണ്. സാധിക്കുമെങ്കിൽ ഗണപതിക്ക് അപ്പം നിവേദ്യം നടത്തുക. ഏതു മതവിശ്വാസികളായാലും അവരവരുടെ ആരാധനാലയങ്ങൾ സന്ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്താവുന്നതാണ്. ഇതെല്ലാം തന്നെ ഗുണഫലാർഹം തന്നെ. അശ്വതി നക്ഷത്രക്കാരുടെ 9ാം ഭാവത്തിൽ വ്യാഴമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തന മേഖലയിൽ ലാഭത്തിന് വളരെയധികം സാധ്യതയുണ്ട്. ബന്ധുബലം കുറയാനുള്ള സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായി പിണങ്ങുന്നതിനും മാറി നിൽക്കുന്നതിനുള്ള സാഹചര്യവും ഉള്ളതുകൊണ്ട് ഈ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ഒന്ന് പുലർത്തിയാൽ നന്നായിരിക്കും. മെയ് മാസം നിങ്ങളുടെ നക്ഷത്ര ദിവസം ഒരാൾക്കെങ്കിലും അന്നദാനം ചെയ്യുന്നത് അതിവിശിഷ്ടമായി കാണുന്നു. ശിവൻ, സുബ്രഹ്മണ്യൻ, ശാസ്താവ് എന്നിവരെ പ്രാർത്ഥിക്കുന്നതും ഗുണഫലങ്ങൾ നൽകുന്നതും സന്തോഷദായകവുമാണ്. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും
പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി. അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.